ഈശ്വമിശിയായി സ്തുതിയായിരിക്കട്ടെ. എല്ലാവരെയും വചന വിചിന്തനത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 41 മുതൽ 56 വരെയുള്ള വാക്യങ്ങളാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ മനോഹരമായ 2 അത്ഭുതങ്ങളിലൂടെ വചനം നമ്മെ വഴി നടത്തുന്നു. ജീവൻ നഷ്ടപ്പെടുന്നവൻ്റെ വേദന എത്രമാത്രം ആഴത്തിൽ അവൻ തിരിച്ചറിയുന്നുണ്ട് എന്നും അതിൽ ഉലഞ്ഞു പോകുന്ന ജീവിതങ്ങളെ എത്ര കരുതലോടെയാണ് അവൻ തിരികെ കൊണ്ടുവരുന്നതെന്നും ഈ സുവിശേഷം നമ്മോട് സംസാരിക്കുന്നു. ജൈറോസും രക്തസ്രാവം ബാധിച്ച സ്ത്രീയും കർത്താവിൻ്റെ കരുണ ആവോളം അനുഭവിച്ച അനുഗ്രഹ സാക്ഷ്യങ്ങളാണ് നമ്മൾ ഈ വചനഭാഗത്ത് വായിക്കുന്നത്. ജൈറോസിനെ കുറിച്ച് നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. ജൈറോസ് സിനഗോഗ് അധികാരിയും കഴിവുള്ളവനുമാണ്. പക്ഷേ അവൻ്റെ കഴിവും അധികാരവുമെല്ലാം രോഗത്തിൻ്റെ മുമ്പിൽ വിലയില്ലാതായി. മകളുടെ ജീവൻ വലിയ അപകടത്തിലാണെന്ന് അവൻ തിരിച്ചറിയുന്നു. ഇനി പ്രതീക്ഷകൾ ഒന്നും തന്നെയില്ല. അതുകൊണ്ടാണ് കർത്താവിനോട് അവൻ കാലിൽ വീണ് കേണപേക്ഷിക്കുന്നത്. സ്വന്തമായി പേര് പോലും എഴുതി ചേർക്കപ്പെടാനില്ലാത്ത പാവം സ്ത്രീയാണ് രക്തസ്രാവക്കാരി. അവൾ നിസ്സഹായയും രോഗം സമ്മാനിച്ച ബന്ധനത്തിലുമാണ്. അവളുടെ ജീവൻ ഒരു വ്യാഴവട്ടമായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കരിന്തിരി കത്തുന്ന ഒരു വിളക്ക് പോലെ ഇനി അധികമൊന്നും ബാക്കിയില്ല. ഇവരിലേക്കാണ് കർത്താവ് സൗഖ്യമായി ഇറങ്ങിച്ചെല്ലുന്നത്. ജൈറോസ് തൻ്റെ കഴിവും സ്വാധീനവുമെല്ലാം മകൾക്ക് വേണ്ടി ഉപയോഗിച്ചു. പക്ഷേ ഇതുവരെ നന്മയൊന്നും സംഭവിച്ചിട്ടില്ല. അവളുടെ അവസാന നാളുകൾ എത്തിയിരിക്കുന്നു. അവൻ അധികാരവും ശക്തിയുമെല്ലാം മറന്ന് ഒരു യാചകനെ പോലെ ക്രിസ്തുവിൻ്റെ കാൽക്കൽ വീഴുകയാണ്. അതുവരെ അലഞ്ഞതും അന്വേഷിച്ചതും എല്ലാം വൃഥാവിലായി. നീയാണ് ഇനിയുള്ള ഏക ആശ്രയമെന്ന് ഹൃദയം നൊന്ത് ജൈറോസ് ഏറ്റുപറയുകയാണ്. രക്തസ്രാവക്കാരുടെ അവസ്ഥയും വ്യത്യസ്തമല്ല. ഈ രോഗാവസ്ഥ അവളെ ശാരീരികമായി മാത്രമല്ല മാനസികമായും സാമൂഹ്യമായും ബാധിച്ചിട്ടുണ്ട്. ആരെയും സന്ദർശിക്കാനോ ആരോടെങ്കിലും അടുത്തിടപഴകാനോ അവൾക്കാകില്ല. സ്വന്തം മക്കളെയും ജീവിത പങ്കാളിയെ പോലും ഒന്ന് ആശ്രയിക്കാൻ നിയമം അനുവദിക്കുന്നില്ല. തൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ പോലും നിയമപ്രകാരം അവൾ തടയപ്പെട്ടവളാണ്. ജീവിച്ചിരിക്കുന്നത് തന്നെ ഭാരമായി അവൾക്ക് അനുഭവപ്പെടുന്നു. പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടപ്പോൾ അവളും ക്രിസ്തുവിലേക്ക് എത്തുകയാണ്. ഇനി അവൾക്ക് വേറെ അത്താണിയില്ല. തൻ്റെ നിലയും വിലയും അപ്രസക്തമാണെന്നും തനിക്കിനി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നും ജൈറോസ് മനസ്സിലാക്കുന്നു. അവൻ്റെ ഹൃദയം അന്നുവരെ അനുഭവിക്കാത്ത ഉത്കണ്ഠയിലേക്കും അശാന്തിയിലേക്കും കൂപ്പുകുത്തുന്നു. ഇനി അവനെ ആശ്വസിപ്പിക്കാനോ അവന് ശാന്തി നൽകാനോ മനുഷ്യർ ആരും അവശേഷിക്കുന്നില്ല. പക്ഷേ ഗുരു അവൻ്റെ പ്രതീക്ഷകൾക്കപ്പുറമുള്ള നിത്യമായ ശാന്തിയിലേക്ക് അവനെ നയിക്കുന്നുണ്ട്. യേശു നമുക്ക് നൽകുന്ന പ്രത്യാശയാണത്. നിത്യസമാധാനത്തിൻ്റെ അവസ്ഥയാണത്. തൻ്റെ മകൾ മരണപ്പെടുമെന്ന് തിരിച്ചറിഞ്ഞിട്ടും ഗുരു അവനെ വിട്ടുപോകുന്നില്ല. അവൻ്റെ മനസ്സിൽ ശാന്തി നിറയുവോളം അവൻ കൂടെ ഇരിക്കുകയാണ്. മരിച്ചുപോയ കുഞ്ഞിന് കഴിക്കാൻ വേണ്ടത് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടാണ് അവൻ അവിടെ നിന്ന് പോകുന്നത്. യേശുവിൻ്റെ സാന്നിധ്യം, യേശുവുമായുള്ള സൗഹൃദം, അത് നമ്മുടെ ഹൃദയങ്ങളിൽ സമാധാനം നിറയ്ക്കുന്നതാണ്. അസ്വസ്ഥമായ ഹൃദയങ്ങളിൽ ശാന്തി നിറയ്ക്കുന്നതാണ്. സ്വന്തം മക്കളെ പോലും മടിയിലിരുത്തി ലാളിക്കാൻ ആവാത്ത വിധം ആളുകളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാതെ എപ്പോഴും സ്വയം ശപിച്ചു കഴിയുന്നവളാണ് രക്തസ്രാവക്കാരി. 1-2 ദിവസമല്ല 12 വർഷങ്ങളാണ് അവൾ ദുരിതമായ ഈ ജീവിതത്തിൽ ആണ്ടുപോയത്. ക്രിസ്തു അവൾക്ക് രക്ഷയുടെ പിടിവള്ളിയാകുന്നു. അവൾ തിരികെ പോകുന്നത് വന്നതുപോലെയല്ല. ഭയപ്പെട്ടോ വ്യസനിച്ചോ ആകുലപ്പെട്ടോ അല്ല, സമാധാനത്തോടെ. ഇനിയും തനിക്ക് ജീവിതം ബാക്കിയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അവൾ തിരിച്ചു പോകുന്നത്. നമുക്ക് നമ്മൾ തന്നെ യേശുവിന് മുമ്പിൽ സമർപ്പിക്കാം. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ, തകർച്ചകളെ, രോഗാവസ്ഥകളെ, ബലഹീനതകളെ പൂർണ്ണ മനസ്സോടെ യേശുവിന് മുന്നിൽ സമർപ്പിക്കാൻ സാധിക്കണം. പൂർണ്ണ വിശ്വാസത്തോടെ സമർപ്പിക്കാൻ സാധിക്കണം. യേശുവിൻ്റെ സ്പർശനം നമ്മളെ സൗഖ്യപ്പെടുത്തും എന്ന് ഉറച്ചു വിശ്വസിക്കണം. ദൈവവചനത്തിലൂടെ, കൂദാശികളിലൂടെ നമ്മളിലേക്ക് വന്നിറയുന്ന യേശു നമ്മളെ ശക്തിപ്പെടുത്തുകയും യേശുവിനെ സ്നേഹിക്കുന്നതിലൂടെ യേശു നമുക്ക് നൽകുന്ന സ്നേഹാനുഭവം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ നമുക്ക് സാധിക്കും. അത് നമ്മളെ കൂടുതൽ സൗഖ്യത്തിലേക്കും സമാധാനത്തിലേക്കും നയിക്കും. നമ്മുടെ ജീവിതങ്ങളെ യേശുവിൻ്റെ വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ, യേശുവിൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധിക്കണം. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ എത്രയോ വിലപ്പെട്ട അവസരങ്ങൾ
മറ്റുള്ളവർക്ക് സന്തോഷവും സമാധാനവും അനുഗ്രഹവുമാകാനുള്ള വിലപ്പെട്ട അവസരങ്ങൾ നാം നഷ്ടപ്പെടുത്തി കളയുന്നു എന്നുള്ളത്. നമ്മുടെ ബലഹീനതകളെ, നമ്മുടെ തകർച്ചകളെ സൗഖ്യത്തിലേക്ക് നയിക്കാൻ സാധിക്കുമ്പോഴാണ് മറ്റുള്ളവർക്ക് സമാധാനവും സ്നേഹവും സന്തോഷവും പങ്കുവയ്ക്കാൻ നമുക്ക് സാധിക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പാപരഹിതമായ ജീവിതം നയിച്ചുകൊണ്ട്, തിന്മകളിൽ നിന്ന് അകന്നുകൊണ്ട്, വിശുദ്ധിയിൽ ജീവിച്ചുകൊണ്ട് യേശുവിൻ്റെ സ്നേഹം പരിപൂർണമായി അനുഭവിച്ചറിയുവാൻ നമുക്ക് സാധിക്കട്ടെ. സ്നേഹീശോയെ, ശാരീരികവും മാനസികവുമായ തകർച്ചകളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടന്നു പോകുന്ന ഞങ്ങളെ പരിപൂർണമായി അങ്ങയുടെ മുന്നിൽ സമർപ്പിക്കുന്നു. അങ്ങയുടെ സ്നേഹാനുഭവത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് ആ സ്നേഹം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നതിനും അങ്ങനെ അങ്ങയുടെ സൗഖ്യം മറ്റുള്ളവർക്കുമായി പങ്കുവയ്ക്കുന്നതിനും വേണ്ട കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശു സ്തോത്രം, യേശുവെ നന്ദി, യേശു ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു സ്തോത്രം, യേശുവെ നന്ദി.